Watch full episodes on Jio Hotstar. അവര് രണ്ടുപേരും എന്റെ മുഴുവൻ പ്ലാനും നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ എത്ര വലിയ ശക്തിമാനാണല്ലോ, നിങ്ങൾ എന്താ ട്രീ പോയിട്ട് തന്നെ അങ്ങനെ നശിപ്പിക്കാത്ത? വേണ്ട, എനിക്ക് ആന്റോണിയോ ചെയ്യുന്ന പോലെ വിഡ്ഢിത്തരം എനിക്ക് ചെയ്യണ്ട. ഒരു പ്രാവശ്യം ആന്റോണിയോ ട്രീ പറിക്കാനായിട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോ ട്രീ അവനെ പിടിച്ച് കെട്ടിയിട്ടു. ആന്റോണിയോയുടെ ഗോസ്ലി പവർ കുറച്ച് സമയത്തേക്ക് വലിച്ചെടുത്തു. ഇപ്പൊ അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നേ. അവൻ ഗോസ്റ്റാണ്, പക്ഷേ without any powers. ഇപ്പൊ അവൻ ഒരു നിസ്സഹായ ജീവിതമാണ് ജീവിക്കുന്നത്. ഒരു വഴിയുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും വ്യക്തി അവരുടെ ഇഷ്ടപ്രകാരം എന്നെ സഹായിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അപ്പൊ എനിക്ക് ഗുണമുണ്ടാവും. കാരണം ട്രീ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ വരുമ്പോ ഞാൻ അവനെ മാത്രമേ ഈ ജോലിക്ക് ഉപയോഗിക്കൂ. എന്റെ ഈ പ്ലാൻ നശിപ്പിച്ചവനെ. ഓ ക്യാപ്റ്റൻ ക്ലോഡിയസ്, ഏലിയൻ പ്ലാനറ്റ് മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിലല്ലേ ഉള്ളത്. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വരൂ, നമുക്ക് അവിടെ ചെന്ന് ആ പ്ലാനറ്റ് ഭരിക്കാലോ. അവിടുത്തെ ശരിക്കുമുള്ള സുപ്രീം ലീഡർ വോൾട്ടർ ആണ്. അവനെ നശിപ്പിച്ചാൽ മാത്രമേ എന്റെ രാജ്യം അവിടെ നടക്കൂ. ഭാഗ്യം, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലേ. സുപ്രീമ വോൾട്ടർ, വല്ലതും മനസ്സിലായോ? നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? ക്ലോഡിയസിനെ നശിപ്പിക്കാനായി എന്തെങ്കിലും ഒരു നല്ല വഴി കണ്ടുപിടിക്കുന്നത് വരെയെങ്കിലും നമ്മൾ ഇവിടെ തന്നെ സുരക്ഷിതമായിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ അടുത്ത് ഈ ട്രീ ഓഫ് എനർജി ഉണ്ട്. അതാണ് നമ്മളെ ക്ലോഡിയസിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലോഡിയസും പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടരും ഇതിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ എല്ലാ പവറുകളും മൊത്തത്തിൽ നശിച്ചു പോകുന്നതാണ്. റുമേനിയ നഗരത്ത് പ്രേതമുണ്ടെന്ന് നമ്മുടെ ചങ്കായ ചിങ്കം സാരം പറഞ്ഞല്ലോ. വരൂ, അവിടെ പോയി നോക്കാം. പ്രേതം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് അറിയണ്ടേ? അതെ അതെ, ശരിയാ, പ്രേതം. എന്റെ അമ്മ പ്രേതം. എനിക്ക് പേടിയാവുന്നു. വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് റുമേനിയയിലേക്ക് പോകണ്ടേ? വരൂ, റുമേനിയ നഗരത്തിലെ പ്രേതത്തിനെ കണ്ടിട്ട് വരാം. വരൂ വരൂ. എനിക്ക് പേടിയാവുന്നു.
വോൾട്ടർ, ചില മനുഷ്യർ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോയിട്ട് അവരെ നമുക്ക് അങ്ങോട്ട് നിർത്താം. അവരെ തടുത്തു നിർത്തണ്ട, അവരിങ്ങോട്ട് വന്നോട്ടെ. വരുന്നവരാരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. ഈ നാട് നല്ല ഭംഗിയുണ്ടല്ലോ. അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാകൂ സുപ്രീമോ വോൾട്ടർ. അവർ ഒരു പക്ഷേ ക്ലോഡിയസിന്റെ ആൾക്കാരായിരിക്കും. ക്ലോഡിയസിന്റെ ആൾക്കാർ എന്റെ അച്ഛനെയും അമ്മയെയും ഏലിയൻ പ്ലാനറ്റിൽ ബന്ധിതരാക്കിയിരിക്കുകയാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എലീനോ പറയണത് ശരിയാ. ചിലപ്പോ പറയുന്നത് വാസ്തവമായിരിക്കും. ആദ്യ ക്ലോഡിയസിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും. നമുക്ക് ആദ്യം അവർ ക്ലോഡിയസിന്റെ ആളുകളാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുവരെ അവരെ ആരും തന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഉത്തരവ് തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അല്ല, ഇത് എത്ര വലിയ വീടുകളോ! അങ്ങനെ റൊമാനിക്കായിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്റെ അമ്മോ, ഓ, ഗുഡ് മോർണിംഗ് എവരിബഡി. പേടിയാവുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഭൂതം ഉണ്ടെന്നുള്ള കാര്യം. ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടി വന്നതാ. ഭൂതോ? ഇല്ല 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 ഇല്ല, ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ കർഷകരാണ്. ഓരോരുത്തരും ഓരോ നുണ പറഞ്ഞിങ്ങനെ പരത്തുന്നതാണ്. അതെ, ഞങ്ങളും അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഈ ഭൂതങ്ങളൊന്നും ഇല്ലെന്ന്. നിങ്ങളും പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാരും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ആ പൂട്ടിയിട്ട വീട്ടിനകത്ത് പയ്യൻ എങ്ങനെ കയറി? ഓക്കെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് മോട്ടോ ആണ്. പിന്നെ ഞാൻ പത്തലു. പിന്നെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നാ. ഇൻസ്പെക്ടർ. അങ്ങനെയാണല്ലേ? എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്നെ കണ്ണുപൊത്തി കളിക്കാൻ വിളിച്ചതായിരിക്കണം. പോയോ? അല്ല, കുട്ടി എവിടെ? ആരാണ്? ഹലോ കുട്ടി, നീ എവിടെയാ ഉള്ളത്? മോനെ, മോനെ, നീ എവിടെയാ? നിന്നെ ആ ഗ്ലോഡിയസ് അല്ലേ അയച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, ഗ്ലോഡിയസ് എവിടെയാണുള്ളത്? ഗ്ലോഡിയസ്? അതാരാണ് ഈ ഗ്ലോഡിയസ്? എനിക്കൊന്നും അറിയില്ല അവനെ കുറിച്ച്. അറിയില്ലെന്നേ. നിനക്കറിയില്ലെന്നോ? ഞാനിപ്പോ നിന്നെ എന്താ ചെയ്യാന്നറിയോ? എടാ മോനെ, നീ ഇത് എന്ത് പണിയായി കാണിക്കുന്നത്? രക്ഷിക്കണേ! എടാ മോനെ! എന്റെ അമ്മോ, എന്റെ അമ്മോ! എനിക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ ശരിക്കും ഭൂതമുണ്ട്. ഞാൻ ആരോട് ഇത് പറയാൻ പോകുന്നില്ല. ഇത്തിരി പോകുന്ന ഒരു കുട്ടിയുടെ തല്ല് മേടിച്ച കാര്യം എല്ലാവരും എന്നെ പിന്നെ കളിയാക്കും. ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, നിനക്ക് എന്ത് പറ്റി? കാല് വേദനിക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, ഇത് എന്ത് പറ്റി? ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ? നീ അകത്തേക്ക് പോയിരുന്നല്ലോ, എന്താ സംഭവിച്ചകത്തെ? ശരി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം.
അതായത് അകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. എന്റെ അമ്മോ മോട്ടു കുറെ മധുരപലഹാരം കഴിച്ചു എന്ന് തോന്നുന്നു. വയറ് ഫുള്ളായത് കൊണ്ട് ചിലപ്പോ ഇയാൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും. ഇവന് ശരിക്കും വാ തുറക്കാൻ കഴിയുന്നില്ല. കണ്ടില്ലേ എന്റെ അമ്മോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, ചെല്ല് ചെല്ല്, നിങ്ങൾ എല്ലാവരും അകത്തോട്ട് ചെല്ല്. എന്നിട്ട് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് വരൂ. ചെല്ല്. ഞങ്ങൾ ഇവിടെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവരെല്ലാം എങ്ങോട്ടാ പോകുന്നത്? രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഉമ്മാരൊക്കെ ചേർന്ന് എന്നെ കളിയാക്കിയേനെ. ഞങ്ങളെത്തി. എവിടെ ലഡു? എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ ലഡു വേണം അല്ലേ? എങ്കി ഇന്നാ പിടിച്ചോ പലഹാരം. എന്റെ പത്തലു വണ്ടിയിലോട്ട് കേറ് വേഗം. നമ്മൾ തിരിച്ചു അതെ, വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? പറയാം. ആദ്യം നമുക്ക് ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടണം. അതെ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞാലേ അവരെ ഒന്നും ചെയ്യരുതെന്ന്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവരെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. ഇപ്പൊ അവര് ആരാ എന്താന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിക്കൂ, ഞാൻ നോക്കട്ടെ. അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. ഇതെങ്ങോട്ടാ ഓടുന്നത്? പൊളിച്ചെടുത്തല്ലോ ഭൂതം അവിടെ ഉണ്ടെന്നേ. അതെ, ഭൂതം അവിടെ തന്നെ ഉണ്ടെന്നേ. ശരിക്കും പ്രേതപിശാചൊക്കെ ഉണ്ട്. അതേ പത്തലു, ഭൂതമുണ്ട് കേട്ടോ. ഒരു ദൈവദാക്ഷിണ്യവും ഇല്ലാതെയാണ് തല്ലിയത്. വളച്ചു വളച്ചടിച്ചു, കുരിച്ചു നിർത്തി ഇടിച്ചു. ഇതെങ്ങനെയാ സാധിക്കുക? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. വാ, നമുക്ക് വീണ്ടും പോയി നോക്കിയിട്ട് വരാം. എനിക്കിപ്പോ തിരിച്ചു പോയി കാണണമെന്നില്ല. ഇല്ല, അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കരുത്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആർത്രോ, പാനിറ്റോ, നിങ്ങൾ നിങ്ങളുടെ രൂപത്തിലേക്ക് മാറൂ. അതിനുള്ള സമയമായിരിക്കുന്നു. ഇതെന്താണ്? ഈ പുയൽക്കാറ്റ് എവിടുന്നാണ് വരുന്നത്? ഇനി എന്റെ ഊഴം. മോട്ടു, ഇത് ശരിക്കുള്ള പുയലല്ല. ആരോ നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബൈ ബൈ കൂട്ടുകാരെ. അയ്യോ, ആദ്യം മേളിൽ നിന്ന് താഴെ, ഇപ്പൊ താഴെ നിന്ന് മേളിലേക്കാണോ?
Watch India's largest kids library only on Jio Hotstar. Download the app now.